നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ അജിത്. ഞാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ ഒരു രോഗത്തിനെക്കുറിച്ച് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ ഒറ്റ സൈഡ് തലവലി അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്നാണ് പൊതുവേ എല്ലാവരും അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തലയുടെ ഒരു ഭാഗത്തായിട്ട് രോഗിക്ക് പെട്ടെന്ന് തലവേദന തുടങ്ങുകയും അതിനുശേഷം ഛർദിൽ അവശത അനുഭവപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അതിന് പൊതുവെ കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് ഉറക്കം ശരിയാവാതിരിക്കുക, ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ ചിലർക്ക് തലവേദന വരാം, ചിലർക്ക് ചില ഫുഡ് പദാർത്ഥങ്ങൾ തന്നെ തലവേദന ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ചോക്ലേറ്റ് കഴിക്കുക, അല്ലെങ്കിൽ ചീസ്, മയോണീസ് ചേരുന്ന ഭക്ഷണങ്ങൾ, ചില ആൾക്കാർക്ക് കോഫി, ചില ആൾക്കാർക്ക് നട്ട്സ് കൂടുതൽ കഴിച്ചാൽ വരെ തലവേദന കൂടുതലായിട്ട് വരുന്നതായിട്ട് പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ അമിതമായ സൗണ്ട് ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കാം. ചില മണങ്ങൾ, ഉദാഹരണത്തിന് പെർഫ്യൂമിൻ്റെ മണങ്ങൾ ചിലർക്ക് തലവേദന ഉണ്ടാക്കാം, ചിലർക്ക് മണ്ണെണ്ണയുടെ മണം ചിലർക്ക് തലവേദന ഉണ്ടാക്കാം. അങ്ങനെ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് പൊതുവെ രോഗികൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ പീരിയഡ്സ് വരുന്നതിന് 2 ദിവസം മുന്നേ ചിലർക്ക് മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗികൾ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇത് വരാതിരിക്കാനുള്ളൊരു മുൻകരുതൽ. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ എന്ത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണോ അവർക്ക് തലവേദന ഉണ്ടാക്കുന്നതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെടുന്നത്, അത് മാക്സിമം അതിൻ്റെ എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടി അവർ തന്നെ ശ്രമിക്കണം. അവർക്ക് ശരീരത്തിൽ പറ്റാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒരു പരിധിവരെ മരുന്നിൻ്റെ സഹായം ഇല്ലാതെ തന്നെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എന്നിരുന്നാലും ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ്, തലവേദനയുടെ തീവ്രത കുറയ്ക്കാനും അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാനും 3 മുതൽ 6 മാസം വരെ ചിലവർക്ക് വരാതിരിക്കാനുള്ള ഗുളിക കഴിച്ചാൽ അവർക്ക് അതിന് പ്രയോജനം ചെയ്യുന്നതായിട്ടും, അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഇതിൻ്റെ കൺട്രോളിന് വേണ്ടി നല്ലതാണ്. ചിലർക്ക് വിഷ്വൽ സിംറ്റംസ് വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട്. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുക, കണ്ണിൽ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് വരിക, അതിന് നമ്മൾ വിഷ്വൽ ഓറ എന്ന് പറയും. ഇത് സ്റ്റാർട്ട് ചെയ്ത ശേഷമായിട്ടായിരിക്കും തലവേദന ചില ആൾക്കാർക്ക് തുടങ്ങുന്നത്. മൈഗ്രെയിൻ വിത്ത് വിഷ്വൽ സിംറ്റംസും വിഷ്വൽ ഓറയും മൈഗ്രെയിൻ വിതൗട്ട് വിഷ്വൽ ഓറയും നമ്മൾ കണ്ടുവരാറുണ്ട് രോഗികളിൽ. അപ്പം ഏത് ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ആണോ അതനുസരിച്ച് തലവേദന ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം. കാരണം എന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ളവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ വേറെയാണ്. കാരണം ചില മരുന്നുകൾ കഴിച്ചാൽ വെയിറ്റ് കൂടാനുള്ള ടെൻഡൻസി ചിലവർക്ക് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് രോഗിയുടെ മറ്റ് ആസ്മയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ടോ, അങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസിന് വേണ്ടിയുള്ള മെഡിസിൻ നമ്മൾ ഡോക്ടേഴ്സ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.